സമയത്തും അഗ്നിപർവ്വത സ്ഫോടന സമയത്തും പുറപ്പെടുവിക്കുന്ന സൗണ്ട് ഏതെന്നറിയാമോ? അതാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. 20 ഹെർട്സിനും താഴെ ആവൃത്തിയിലുള്ള സൗണ്ടിനെ നമുക്ക് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുവാൻ കഴിയും. പ്രധാനമായിട്ടും ആന, പ്രാവ്, തിമിംഗലം, ജിറാഫ് എന്നിവയ്ക്കും ഈ ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. ഭൂകമ്പത്തിന് കാരണമാകുന്ന തരംഗമാണ് സീസ്മിക് തരംഗം. ഇത് അളക്കുന്ന ഗ്രാഫ് ഏതെന്ന് ചോദിച്ചാൽ സീസ്മോഗ്രാഫും, അളക്കുന്ന ഭൂകമ്പ തീവ്രത അളക്കുന്ന സ്കെയിൽ ഏതെന്ന് ചോദിച്ചാൽ അത് റിക്ടർ സ്കെയിലുമാണ്. എന്നാൽ 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള സൗണ്ടുകളാണ് അൾട്രാസോണിക് സൗണ്ടുകൾ എന്ന് പറയുന്നത്. അൾട്രാസോണിക് സൗണ്ടിന്റെ മറ്റു ഉപയോഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. വവ്വാൽ, ഡോൾഫിൻ എന്നിവ രാത്രികാലങ്ങളിൽ സഞ്ചാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കൂടിയാണ് ഈ അൾട്രാസോണിക് സൗണ്ട്. കൂടാതെ നായകളെ പരിശീലിപ്പിക്കുന്ന ഗാൾട്ടൺ വിസിലും, വൃക്കയിലെ കല്ല് പൊടിച്ചു മാറ്റാനും ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാനും, അതായത് അൾട്രാസോണോഗ്രഫിക്കും കൂടാതെ എക്കോ കാർഡിയോഗ്രാഫിക്കും അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചു വരുന്നു. വലിയ മെറ്റൽ ബ്ലോക്കുകളിലെ വിള്ളലുകൾ കണ്ടെത്തുവാനും സ്പൈറൽ ആകൃതിയിലുള്ള മെഷീൻ പാർട്സ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അൾട്രാസോണിക് സൗണ്ട്. വവ്വാൽ, ഡോൾഫിൻ എന്നിവ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗപ്പെടുത്തുന്ന മറ്റു ജീവികൾ ഏതൊക്കെയാണ്? കമന്റ് ചെയ്യൂ.